ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടൊരു വടയാണ് കേട്ടോ ഉണ്ടാക്കണേ. ചക്കക്കുരു ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് വേവിച്ചെടുക്കണം, ഒരു പകുതി കുക്കാക്കി എടുക്കണം കേട്ടോ. ഇത് ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ചക്കയുടെ കാലമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ചക്കക്കുരു ഒക്കെ കിട്ടാം. അപ്പോൾ നിങ്ങൾക്കും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാമല്ലോ, അത് കാരണം കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ചക്കക്കുരു നന്നാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി കാണിക്കണതാണ്. ഇങ്ങനെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ തോലൊക്കെ ചുരണ്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് നന്നാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിത് മുഴുവനോടെ ഇങ്ങനെ പൊളിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഈ ചുമന്ന തോലൊന്നും കളയണ്ടെന്നാണ് പറയണത്. ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയണേ, ക്യാൻസർ ഒന്നും വരില്ല എന്ന്. പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിങ്ങനെ മുരി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതാണ് നന്നാക്കി എടുത്തിട്ടുള്ള ചക്കക്കുരു. അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഇതിങ്ങനെ മുറിക്കൊന്നും വേണ്ട കേട്ടോ, അത് മുഴുവനോടെ വേണമെങ്കിൽ മുഴുവനോടെ ഇടാം. അതിപ്പോ ഞാൻ ഇങ്ങനെ മുരി കളയാനായിട്ട് 2 കഷ്ണാക്കി ഇങ്ങനെ മുറിച്ചു എന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് നമുക്ക് പകുതി കുക്കാവാനേ പാടുള്ളൂ, അതുമാതിരി വേവിച്ചെടുക്കുക. അപ്പൊ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേവാനായിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇത് തീരെ വെള്ളം വേണ്ട. ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക, ഈ ചക്കക്കുരുവിനുള്ള ഉപ്പ്. നമുക്ക് ഒരു വിസില് മതി കേട്ടോ. ഇത് പകുതിയെ വേവുണ്ട്, ഫുള്ളായിട്ട് വേവണ്ട, പകുതി വെന്താ മതി. നമുക്കൊരു വിസില് കൊടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം, കുക്കർ വെച്ച് കൊടുക്കുക. ഒറ്റ വിസില് മതി കേട്ടോ. ഒരു വിസിലായി, നമ്മൾ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഒരു വിസില് മതി. ഇനി ഇത് ചൂടാറട്ടെ. സവോള നന്നാക്കി. നമ്മൾ സവോള നീളത്തിലാണ് നന്നാക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് കളഞ്ഞ, അല്ലെങ്കിൽ ഇതിനൊരു കയ്പുണ്ടാവും. കളഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2ഉം കൂടെ അരിഞ്ഞ് തന്നെയാണ് ചേർക്കണേ. നമുക്ക് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. നമ്മുടെ ചക്കക്കുരു ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒരടി അടിച്ചുള്ളൂ, ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക ചൂടാറാനായിട്ട്. നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ചൂടാറി കിട്ടണം നന്നായിട്ട്. പരത്തിയിട്ടിട്ട് നന്നായിട്ട് ചൂടാറട്ടെ കേട്ടോ. അപ്പൊ നമുക്കിത് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വെള്ളം വേണ്ട കേട്ടോ, വെള്ളമില്ലാതെ നമുക്കൊന്ന് നന്നായി പേസ്റ്റ് ആവണമെന്നില്ല. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഒന്ന്
അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെങ്ങനെ അരച്ചെടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം കേട്ടോ. അതിപ്പോൾ ഒരു റബ്ബർ പോലെ ഇരിക്കണേ. നമുക്ക് വെള്ളം കൂടിയാലും ഇതിൽ നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തീരെ വെള്ളം ഒഴിക്കാണ്ട് അരച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ 2-3 ടീസ്പൂൺ വെള്ളം ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. കാര്യം ഇതിൽ നമ്മൾ പൊടികൾ ചേർക്കണമുണ്ട്. ഇതിൻ്റെ പകുതി കടലപ്പൊടിയാണ് ഇനി ചേർക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ പകുതി കടലപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. അപ്പത്തിൻ്റെയൊക്കെ പൊടിയാണിത്. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർക്കുക. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് സവോളയാണ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് കായപ്പൊടി, ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. നമുക്ക് കുറച്ച് പെരുംജീരകം ചേർക്കുക. പെരുംജീരകത്തിന്റെ മണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത്തിരി പെരുംജീരകം ചേർക്കുക. ഇനി നന്നായി കുഴച്ചു കൊടുക്കുക. അപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം വട പൊരിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മാവ് ഇതാണ്. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഒന്ന് മാവിൽ. ചക്കക്കുരു എന്ന് പറയില്ല കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട് മാവിന് തന്നെ. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമ്മളിത്തിരി വെള്ളം ഇങ്ങനെ കയ്യിൽ മുക്കിയിട്ട് കയ്യിൽ തുടച്ചിട്ട്, അല്ലെ വാഴല ഉണ്ടെങ്കിൽ വാഴലയിൽ വെച്ച് എണ്ണ പറ്റിട്ട് ഇങ്ങനെ വട മാതിരി തന്നെ ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക. കൂടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാവിന് തന്നെ. ഉപ്പുണ്ടത് നോക്കാൻ നോക്കിയപ്പോ ചക്കക്കുരു ആണെന്നൊന്നും പറയില്ല.
അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരത്തിയത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതായപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് മറിച്ചിടും. ആദ്യം ഹൈയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സ്റ്റവ്. ഇപ്പൊ സിമ്മിലേക്ക് ആക്കി. നല്ല മണമാണ് കേട്ടോ. പെരുംജീരകമൊക്കെ ഇങ്ങനെ നല്ല മൊരിയുന്ന. അപ്പൊ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ആദ്യം ഹൈയിലിട്ടാലും കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വെന്ത് കിട്ടണ്ടേ. ഇനി വേണമെങ്കിൽ നടുക്കൊരു ഓട്ടയിട്ടിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇപ്പൊ ഇത് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ചക്കക്കുരു വട ഇതാണ്. നമുക്ക് ഇതിന്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കൈയൊന്ന് നനച്ചെടുത്തിട്ട് ഒരു ഹോൾ ഇട്ടാൽ മതി. നമ്മൾ കൈ ഒന്നിങ്ങനെ വെള്ളത്തിൽ നനയ്ക്കുക. ഒന്ന് ഈ കൈയിൻ്റെ അടിയിൽ വെക്കുക. ഒരു ലേശം മാവ് എടുക്കുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും ഇതിങ്ങനെ റെഡിയായി കിട്ടിട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് ഹോളിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ടു. ഇപ്പൊ നമ്മുടെ ചക്കക്കുരു വട ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ ചക്കക്കുരുവും ചക്കയൊക്കെ ഉള്ള കാലമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇതിൽ തന്നെ സോസ് ഒഴിക്കട്ടോ. സോസ് കൂട്ടി തിന്നാനാണ് ഇത് നല്ലത് കേട്ടോ. അല്ലാതെയും നല്ലതാണ്. സോസ് കൂട്ടി കഴിക്കാനാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കൂടി രസം. അപ്പൊ നമ്മുടെ വട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചക്കക്കുരു വെച്ചിട്ടുള്ള വട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു അതൊന്നും അറിയേയില്ല. ഞാനൊരെണ്ണം സോസ് കൂട്ടി കഴിച്ചു നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചക്കക്കുരു ആണെന്നൊന്നും അറിയണേ ഇല്ല.